Audio Jungle. Audio Jungle. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയില കറി കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് പരിപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ നന്നായിട്ട് കഴുകിയ ശേഷം നമുക്കത് വേവിച്ചെടുക്കാം. എന്നാൽ ഞാൻ പരിപ്പ് വേവിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണേ. ആ ഒരു പൊടികളൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരണം. വന്ന ശേഷമാണ് നമ്മൾ നമ്മുടെ മുരിങ്ങയില അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴേക്കും ഞാനിവിടെ ദാ മുരിങ്ങയില ഊരിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് നോക്കേണ്ടത് അരപ്പിൻ്റെ കാര്യം കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ജീരകം, കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൊടിയിട്ട മുളക് പൊടിയിട്ട നമ്മുടെ പരിപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ 2 അല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഊരി വെച്ചിട്ടുള്ള മുരിങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായി ഇളക്കി മുരിങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. തേങ്ങ ഒന്ന് ചേർത്ത് കൊടുത്ത് അതിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ ജാറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ആ ബാക്കി അതിലുള്ള തേങ്ങയും കൂടെ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അത്ര വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പ് ഒന്ന് പാകം അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട ഉപ്പ് ഒന്ന് കുറവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ഉപ്പിടാം. അപ്പം നമ്മുടെ മുരിങ്ങയെല്ലാം നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള വറവാണ്. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉള്ളി മൂത്ത ശേഷം നമ്മളത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങളത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. എങ്ങനെയാണ് നിങ്ങൾ മുരിങ്ങയിലക്കറി വെക്കുന്നതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം പല സ്ഥലത്തും പല രീതിയിലാണ് നമ്മൾ മുരിങ്ങയിലക്കറി വെക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ടാറ്റ ബൈ.